നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വന്ദനം. നമ്മുടെ സുഡാപ്പി സ്പീക്കർ ഷംസീർ ചാനൽ ചർച്ചയിൽ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ മുൻപോട്ട് വെക്കുന്ന പ്രോഗ്രസീവ് വ്യൂസ്, അതിൻ്റെ ഒന്നാം ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് പരിശോധിക്കണം. അദ്ദേഹം ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം, ഇസ്ലാം മതഗ്രന്ഥമൊന്നും എല്ലാ മതഗ്രന്ഥമൊന്നും പുള്ളി വായിച്ചിട്ടില്ല. ഇസ്ലാം മതഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ പ്രോഗ്രസീവായ കുറെ വ്യൂസ് പറയുന്നുണ്ടെന്നാണ്. അതിനുശേഷം പറഞ്ഞ ചില വാചകങ്ങളൂടെ നമുക്കൊന്ന് പരിശോധിക്കണം. അതൊന്ന് കേൾക്കാം. പ്രോഗ്രസീവ് വ്യൂ മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന വളരെ പ്രോഗ്രസീവ് കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ആ പരിശുദ്ധ ഖുർആനെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന വളരെ പ്രോഗ്രസീവായ കാര്യം പഠിപ്പിക്കുന്ന ജീവിത രീതി, വളരെ പ്രോഗ്രസീവ് കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രോഗ്രസീവായ കാര്യം ഒരു 10 കാര്യങ്ങൾ ഖുറാനിനെ അടിസ്ഥാനമാക്കി ബഹുമാനപ്പെട്ട ഷംസീർ എന്ന് പറയാമോ? എന്തായാലും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സ്വന്തം മതഗ്രന്ഥത്തിന്റെ പുണ്യങ്ങൾ വർണ്ണിച്ച ഒരാളല്ലേ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനതയ്ക്ക് ഏകദേശം 3 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അറിയാനുള്ളൊരു അവകാശമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന പ്രോഗ്രസീവായ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിലൊരു 10 കാര്യങ്ങൾ വിത്ത് റെഫറൻസ് ഖുറാനിലെ ഏത് ആയത്തിനകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഒന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. പരിശുദ്ധ ഖുറാൻ എന്നുള്ള ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ ഖുറാൻ എന്തോ ദിവ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. കാരണം ഖുറാൻ പരിശുദ്ധമല്ല. അത് ഞാൻ എൻ്റെ വീഡിയോയുടെ 1ാം ഭാഗത്ത് പറഞ്ഞിരുന്നു. കാരണം ഖുറാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനുഷ്യജാതിക്ക്, മാനവികതയ്ക്ക്, മനുഷ്യത്വത്തിന് ചേർന്ന കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുറാൻ എന്ന് വിളിക്കാനുള്ള അവകാശമില്ല. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. എന്നാൽ അർത്ഥമറിയാതെ ഖുറാൻ വായിച്ച് അതിനകത്ത് എന്തോ കാര്യമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ എല്ലാം ഒരു ധാരണയാണ് ഖുറാൻ പവിത്രമാണ്, പരിശുദ്ധമാണ്, അതിനകത്ത് ദിവ്യമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഖുറാനകത്തില്ല. ഉള്ളവരെ, അറിഞ്ഞിട്ടുള്ളവരെ, വായിച്ചിട്ടുള്ളവരെ അതൊന്ന് സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്ന നല്ലതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഖുറാനിൽ നിന്ന് പല വാക്യങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഞങ്ങളുടെ മതഗ്രന്ഥം പഠിപ്പിക്കുന്ന നന്മയുടെ വാക്യങ്ങളാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എഴുതി വെച്ചിരിക്കുന്ന ബൈബിൾ വാക്യങ്ങളിലെ കോട്ടുകളാണ്, കൊട്ടേഷൻസ് ആണ്. അല്ലാതെ മുഹമ്മദ് ആയിട്ട് പഠിപ്പിച്ച ഒന്നും അതിനകത്ത് പുണ്യമായിട്ടില്ല. ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ആധ്യാത്മിക, സദാചാര, ധാർമ്മിക പഠനങ്ങൾക്ക്, പഠിപ്പിക്കലുകൾക്ക് തുല്യം വെക്കാൻ ഇതുവരെ മറ്റൊരു ഉപദേശം വന്നിട്ടില്ല. അതിൽ നിന്ന് പലതും, പൗലോസ് പഠിപ്പിച്ച പലതും കോപ്പി അടിച്ചിട്ട് മുഹമ്മദ് പലതും പഠിപ്പിച്ചിട്ടുണ്ട്, പലതും എതിരായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമഗ്രന്ഥങ്ങളോ പുതിയ നിയമഗ്രന്ഥങ്ങളിലോ ഉള്ള ആശയങ്ങളെ കൂടാതെ മുഹമ്മദ് പഠിപ്പിച്ച ആധ്യാത്മിക കാര്യങ്ങൾ എന്തുവാണെന്ന് വിത്ത് റെഫറൻസ് ചെയ്ത് നിങ്ങൾ പറയണം. അതല്ലാതെ ഞങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്നതിനെ കോപ്പി അടിച്ചിട്ട് അത് ഞങ്ങൾ ഇറക്കിയതാണെന്ന് പറയുന്ന വ്യാജ പരിപാടി മടക്കി നമുക്ക് പോക്കറ്റിൽ വെക്കാം. ഇനി അടുത്തൊരു വാചകം കേട്ടോളൂ. ആ പരിശുദ്ധ ഖുറാനകത്ത് സ്ത്രീവിരുദ്ധമായ രീതിയിലേക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ കൊടുക്കുന്ന മതം ഇസ്ലാമാണ്. നിക്ക് സാറേ അങ്ങനെ പോയാലോ. സ്ത്രീകൾക്ക് ഏറ്റവും പരിരക്ഷ കൊടുക്കുന്ന മതം ഇസ്ലാമാണ്. ഇതെനിക്ക് തോന്നുന്നു ഇദ്ദേഹം പ്രസ്താവിക്കുന്ന
ഏറ്റവും വലിയ നുണകളിൽ ഒരെണ്ണം മാത്രമാണ്. ഇവർക്ക് പിന്നെ രാഷ്ട്രീയക്കാർക്ക് നിരന്തരം ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറാം. ഇപ്പൊ പറഞ്ഞത് പിന്നെ പറഞ്ഞില്ലെന്ന് അവർക്ക് പറയാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അതൊരു അസുഖമാണ്. അപ്പം ആ പറഞ്ഞ നുണകളെല്ലാം മാറ്റിവെച്ചിട്ട് സർവ്വ നുണകൾക്കും മീതെ ഏറ്റവും പ്രസിദ്ധമായ കുപ്രസിദ്ധമായി വെക്കാൻ പറ്റിയ ഒരു നുണയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇറക്കിയ ഈ പ്രസ്താവന. ഇസ്ലാം നൽകുന്ന പരിരക്ഷ അത് വലിയൊരു ചോദ്യമാണ്. എന്താണ് ഇസ്ലാം മതം സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിരക്ഷ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടും ഇസ്ലാമിക രാജ്യങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ശരിയാ നിയമം കൊണ്ടുവന്നിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ കാറിന്റെ ബൂട്ടിനകത്ത് ആൾക്കാരെ എടുത്തിട്ട് പെണ്ണുങ്ങളെ എടുത്തിട്ടോട് പോയി മുൻ സീറ്റുകൾ ഇരിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറിന്റെ ബൂട്ടുകളിൽ കുത്തി നിറച്ചു കൊണ്ടുവന്ന വാർത്തകൾ ഒരു അഫ്ഗാനിസ്ഥാനിന്റെ ആ മഹത്വത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പം അതാണ് അവിടെ കൊടുക്കുന്ന പരിരക്ഷ. ബോക്കോ ഹറാം പോലെയുള്ള ഭീകരവാദികൾ നൂറുകണക്കിന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്ത് സെക്സ് സ്ലേവ്സ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നുണ്ട്, കൊന്നു കളയുന്നുണ്ട്. പരിരക്ഷയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്കൂളുകളിൽ കയറി ബോംബിട്ട് ധാരാളം കുഞ്ഞുങ്ങളെ കൊന്നും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. പരിരക്ഷയാണ്, ഭയങ്കര പരിരക്ഷയാണ്. പിന്നെ സഹാവെ, സുഡാപ്പി സഹാവെ തന്നെ വിളിക്കട്ടെ, അതല്ല പറ്റത്തുള്ളൂ. ഒരു ഇസ്ലാമിക തീവ്രവാദം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന താങ്കൾക്ക് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു സ്പീക്കറായിട്ടിരിക്കാനുള്ള അവകാശം പോലും ഇല്ല. പിന്നെ ഇടതുപക്ഷക്കാർക്ക് നിങ്ങളെ താങ്ങി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥാനത്തൊക്കെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് കിട്ടിയെന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾക്ക് പറയാൻ പറ്റുമോ കേരളത്തിലെ സ്ത്രീകൾക്ക് പോലും പരിരക്ഷ കൊടുക്കുന്നുണ്ടെന്ന്? ഇവിടെ നിങ്ങൾ പറഞ്ഞ പരിരക്ഷ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിന് സമയത്ത് നമ്മൾ കൊടുക്കേണ്ട വാക്ക് അടിമത്വം എന്നല്ല. പരിരക്ഷ പറയാൻ പറ്റൂ? വാഴക്കൊല ചാക്കിനകത്ത് പഴുകാൻ വെക്കുന്നത് പോലെ ചൂട് പിടിച്ച സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ കറുത്ത തുണിക്കകത്ത് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ, ഇതിനെയാണ് പരിരക്ഷ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തോളം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത തല മൂടിയിട്ടിരിക്കുന്ന, മുഖം മൂടിയിട്ടിരിക്കുന്ന പർദ്ദയുടെ മുൻഭാഗം പൊക്കിയിട്ട് അതിനകത്തൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഗതികേട്, ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റാതെ തുമ്പിക്കൈ പോലെ ഈ പർദ്ദയുടെ മുൻഭാഗത്ത് മുഖം മൂടിക്കിടക്കുന്ന വസ്ത്രം പൊക്കി വെച്ചിട്ട് അതിന്റെ അടിയിലൂടെ സ്ട്രോ വെച്ച് വെള്ളം കുടിക്കേണ്ടി വന്ന ഗതികേട്, ഇതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ത്രീകൾക്കൊന്ന് പരിരക്ഷയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ സഹാവേ, നിങ്ങളുടെ മുമ്പിൽ മുസ്ലിങ്ങൾക്ക് മാത്രം എന്താ ഈ സ്ത്രീകളെ കാണുമ്പോൾ ഇത്രയും വികാരങ്ങൾ പൊട്ടിയൊലിക്കുന്നത്? ലോകത്തെ എല്ലാ രാജ്യങ്ങളും സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവിടെ അങ്ങ് ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ഒന്നും നടക്കുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് മാത്രം, മുസ്ലിം പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് ഇത്ര വികാരം പൊട്ടിയൊലിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകാനും കാരണം എന്താണ്? അത്രയ്ക്ക് നിയന്ത്രണം ഇല്ലാത്ത മനുഷ്യരാണോ നിങ്ങൾ? ഒരു സ്ത്രീയുടെ മുഖം കണ്ട ഉടനെ, കയ്യോ കാലോ കണ്ട ഉടനെ, അപ്പൊ അതിന്റെ കുഴപ്പം സ്ത്രീകൾക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങളാണ് മുഖമൊക്കെ മറിഞ്ഞു നടക്കുന്നത്. അല്ലാതെ ഈ പാവ സഹോദരിമാരെ ഈ പർദ്ദയ്ക്കുള്ളിൽ കൊണ്ടു നടക്കുന്നതല്ല. ഈ പർദ്ദ നിങ്ങൾക്ക് ഇറക്കി കൊടുത്ത് നിങ്ങൾ ഈ ശരീരം മുഴുവൻ മൂടിയിട്ടുകൊണ്ട് നടക്കുന്ന ഈ വസ്ത്രം, അതിന് നിങ്ങൾ പല പേരും ഇട്ട് വിളിക്കാറുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് പേരിട്ട് വിളിച്ചാലും ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ മറിഞ്ഞു കിടന്ന് രണ്ട് കിളിവാതിൽ പോലെ രണ്ട് തുറന്നു വെച്ചിട്ട് കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ ഈ സ്ത്രീകളെ കൊണ്ടു നടക്കുന്ന ഈ പർദ്ദ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ വസ്ത്രം, വാസ്തവത്തിൽ അള്ളാഹു സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഇറക്കി കൊടുത്തതല്ല. അതിന്റെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നും. അതിനെ ആൾക്കാർ കളിയാക്കി അപ്പിക്കുപ്പായം എന്നാണ് വിളിക്കുന്നത്. മുഹമ്മദിന്റെ ഭാര്യമാരിൽ ഒരുവള് സൗദ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മലമൂത്ര വിസർജനത്തിന് പോയപ്പോൾ അത് കണ്ട ഒരുവൻ അവിടെ നിന്നുകൊണ്ട് നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഒളിഞ്ഞു നോക്കാൻ പോയത് കണ്ടിട്ട് അത് വന്ന് മുഹമ്മദിനോട് പറയുമ്പോൾ മുഹമ്മദാണ് ഭാര്യമാർക്ക് ഈ ഒരു വസ്ത്രം പറയുന്നത്. അവരിനി പോകുമ്പോൾ ഇങ്ങനെ
മൊത്തം മൂടുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് പോകണം, ആരും കാണരുത്, മുഖം പോലും കാണരുത്, കാരണം കണ്ടാൽ തിരിച്ചറിയുന്നു. അങ്ങനെ ഇറക്കി കൊടുത്താണ് ഈ സാധനം. അതിനെ അപ്പിക്കുപ്പ എന്ന് പറയുന്നത്, അല്ലാതെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തൊന്നുമല്ല. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. വാസ്തവത്തിൽ ഈ ഇസ്ലാമിലെ പുരുഷന്മാരെ ഭയന്നിട്ടാണോ പുരുഷന്മാർ സ്ത്രീകളെ കണ്ടാൽ ഉടനെ അവരുടെ നിയന്ത്രണം പോകും എന്നുള്ള കാരണം കൊണ്ടാണോ ഈ വസ്ത്രം ഇറക്കി കൊടുത്തത്? അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. അത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അല്ല, എൻ്റെ ഒരു സംശയമാണ്, ഞാനതൊരു ആരോപണമായിട്ട് മുമ്പിൽ വെക്കുന്നില്ല. എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഉസ്താദ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറയുന്നൊരു വാചകം കേട്ടു, മുഹമ്മദിന് 16 പദവികൾ നൽകിയിട്ടുണ്ട്. 33-ാം അധ്യായം അൽസാബിലെ 50-ാമത്തെ വാക്യം അനുസരിച്ച് 16 പദവികൾ മുഹമ്മദിന് ഉണ്ടായിരുന്ന പറയും. അതിനകത്ത് മുഹമ്മദ് ഇച്ഛിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അനുവാദമുണ്ട്. അത് ഏത് സ്ത്രീ ആണെങ്കിലും, ആരുടെ ഭാര്യ ആണെങ്കിലും, ആരുടെ മകളാണെങ്കിലും, ഒരു വ്യക്തിയുടെയും പെർമിഷൻ ചോദിക്കാതെ, അനുവാദം ചോദിക്കാതെ, അപ്പന്റെ അനുവാദമോ സഹോദരങ്ങളുടെ അനുവാദമോ, ഈവൻ ആ സ്ത്രീയുടെ പോലും അനുവാദം കൂടാതെ അവരെ വിവാഹം കഴിക്കാനുള്ള അവകാശം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രസംഗം. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പക്ഷെ ചോദ്യം ഇതാണ്, അതിനകത്ത് ഉസ്താദ് പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്: തെരുവിലൂടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നു. ഇനി ഷംസീറും ഭാര്യയാണെന്നെങ്കിൽ ഇരിക്കട്ടെ, ഉദാഹരണമാണ് കേട്ടോ, താങ്കളെ പറയുന്നൊന്നുമല്ല. ആ സമയത്ത് മുഹമ്മദ്, നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി, എതിർ ദിശയിലൂടെ നിങ്ങളുടെ അടുത്തൂടെ നടന്നു വരുമ്പോൾ ഷംസീറിന്റെ ഭാര്യയെ കണ്ടിട്ട് മുഹമ്മദിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ, ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ, ഉസ്താദ് പഠിപ്പിക്കുന്നത് ഓൾ അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ പറയുന്നത്, ഓൾ അവിടെ നിൽക്കട്ടെ, ഓൾ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞാൽ ഷംസീർ അങ്ങ് പൊക്കോ, ഭാര്യ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ മുഹമ്മദിന് കൊടുക്കണം, മുഹമ്മദിന് ഭോഗിക്കാൻ കൊടുക്കണം. അത്രയ്ക്ക് അവകാശം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യമാരെ പോലും പ്രവാചകന്റെ മുമ്പിലൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ സ്ത്രീ വിഷയത്തിൽ ബലഹീനത ഉള്ളവനായിരുന്നു മുഹമ്മദ് എന്ന് നിങ്ങളുടെ ഉസ്താദ് വളരെ വീരസത്യത്തോടെ പ്രസംഗിക്കുമ്പോൾ, മുഹമ്മദിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ മുസ്ലിങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമാണോ? സംശയമാണ്. ഈ അപ്പിക്കുപ്പായം അല്ലെങ്കിൽ ഈ പർദ്ദ എന്ന് പറയുന്ന വസ്ത്രമെന്ന് എൻ്റെ ലളിതമായ ചിന്തയിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് മാത്രം ഇരിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഉസ്താദുമാർക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ ആ ഉത്തരം ഒന്ന് പറയുന്നത് നല്ലതാണ്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങളുടെ ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രസംഗം. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം, മറുപടി ഇടാം. നമുക്ക് വീണ്ടും ഈ പരിരക്ഷയിലേക്ക് വരാം. നിങ്ങൾ പറയുന്നു, നമ്മുടെ സ്പീക്കർ അദ്ദേഹം പറയുകയാണ്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ നൽകുന്ന മതമാണ് ഇസ്ലാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന പരിരക്ഷകൾ എന്തൊക്കെയാണ്? മുഹമ്മദിന്റെ മതവും അല്ലെങ്കിൽ ഹദീസുകളെ, ഖുർആൻ ആദിയായ ഗ്രന്ഥങ്ങളും എന്തൊക്കെയാണ് സ്ത്രീകളെ കുറിച്ച് പറയുന്നത്? ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതര മതസ്ഥരെയും, ക്രിസ്ത്യാനികളെയും, ഹിന്ദുക്കളെയും, ബുദ്ധമതക്കാരെയും, സിഖ് മതക്കാരെയും എല്ലാം കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യണം. ഈ മതങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരിരക്ഷ നൽകുന്ന മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അതിനെ തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. സഹാവ് സ്പീക്കർ സുഡാപ്പി മനസ്സുമായി നടക്കുന്ന അങ്ങേക്കൊണ്ട് ഇതിന്. അതുകൊണ്ട് അങ്ങ് ഇതിന് ഉത്തരം പറയണം. ഞാൻ ഇത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെ വായിച്ചു കേൾപ്പിക്കാം. അങ്ങ് പറഞ്ഞല്ലോ ഖുറാൻ മനസ്സിരുത്തി വായിക്കണമെന്ന്. ഖുറാൻ മനസ്സിരുത്തി വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചില വാക്കുകളും അതുമായിട്ട് അനുബന്ധിച്ചുള്ള കുറെ സംശയങ്ങളുമാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. പരിരക്ഷയാണോ അതോ അവഗണനയാണോ, പുച്ഛമാണോ, അടിമത്വമാണോ? അത് അങ്ങ് ഇത് കേൾവിക്കാരെ പറയട്ടെ. ഖുറാൻ 2 പശുവിലെ ഒരു വാക്യം 223-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, അറിയുക, നിങ്ങൾ അവരുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളെ ശുഭവാർത്ത അറിയിക്കുക. ഈ വാക്കുകൾ തമ്മിൽ പരസ്പര ബന്ധമൊന്നും ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, അള്ളാഹുവിനും അറിയാം, വായിക്കുന്നവർക്കും അറിയാം. പക്ഷേ എഴുതി വെച്ചിരിക്കുന്ന ആ ആദ്യത്തെ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ഒരു കൃഷിയിടമായിട്ട് കാണുന്നു. ഇതാണ് സംരക്ഷണം എന്ന് പറയുന്നത്, സുരക്ഷിതത്വം എന്ന് പറയുന്നത്.
പരിരക്ഷ. ഇതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് കേട്ടണം. ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാനം: ധാന്യോൽപാദനത്തിന് കൃഷി സ്ഥലം എപ്രകാരമാണോ അപ്രകാരമാണ് സന്താനോൽപാദനത്തിന് സ്ത്രീകൾ. കൃഷി ഉൽപാദനത്തിന് ഉപയുക്തമായ സ്ഥാനത്തും സമയത്തും തന്നെ കർഷകൻ വിത്തിറക്കുന്നത് പോലെ സന്താനോൽപാദനത്തിന് ഉപയുക്തമായ സമയത്ത് സ്ഥലത്തും തന്നെ സംയോഗം ചെയ്യേണ്ടതാണ്. പിന്നെ കുറെ വാക്കുകളുണ്ട്, ഞാൻ അതെല്ലാം ഒന്നും പൊതുവേദിയിൽ വായിക്കുന്നില്ല. അപ്പൊ ഈ തരത്തിൽ സ്ത്രീക്ക് ഒരു ഉപഭോഗ വസ്തുവിന്റെ, ലൈംഗിക ഉപഭോഗ വസ്തുവായിട്ട് നിങ്ങളുടെ സന്താനോൽപാദനത്തിന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്തും സ്ഥലത്തും കൃഷിയിടത്തിൽ നിങ്ങൾ കയറി ഇറങ്ങുന്നത് പോലെ നിങ്ങളുടെ സ്ത്രീകളെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ച അള്ളാഹു. ഇത് അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹു ആണല്ലോ സർവ്വം അറിയുന്ന കരുണാമയൻ. ഇത് സദ്വാർത്തയാണ് പുരുഷന്മാർക്ക്, മുസ്ലിം പുരുഷന്മാർക്ക്. പക്ഷെ സ്ത്രീകൾക്കോ? നിങ്ങളുടെ ഒരു ഉസ്താദിന്റെ പ്രസംഗം വീഡിയോ അത് വേണേ കേൾപ്പിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ പ്രസവത്തിന് വേണ്ടി പ്രസവ പലകയിൽ കിടക്കുന്ന സമയത്ത്, അവിടെ പ്രസവിക്കാൻ പോവാ, അവിടെ ഭർത്താവിന് ഇവളുമായിട്ട് സെക്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അനുവാദം കൊടുക്കണമെന്ന്. കൃഷിയിടം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കയറി ചെല്ലാമെന്ന് പറഞ്ഞ അള്ളാഹു എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവം പഠിപ്പിച്ച പഠിപ്പിക്കലുകളെ വിശദീകരിക്കുന്ന ഒരുത്തൻ പരസ്യവേദിയിൽ പറഞ്ഞതാണ്: പ്രസവ പലകയിൽ കിടക്കുന്ന സ്ത്രീ പ്രസവവേദന എടുത്ത് കിടക്കുവാണെങ്കിൽ പോലും അവിടെ ഭർത്താവിന് തോന്നുവാണെങ്കിൽ അവള് ശരീരത്തെ കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന പരിരക്ഷ. സഹാബിനെ സമ്മതിച്ചിരിക്കുന്നു. സഹാബ് ഇനി പറ്റുമെങ്കിൽ നിയമസഭയിൽ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുമ്പോൾ ഈ പരിരക്ഷയെ കുറിച്ചുകൂടെ അങ്ങൊന്ന് പ്രസംഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പുരുഷന്മാർക്ക് സ്ത്രീകളെ മർദ്ദിക്കാം, പരിരക്ഷ കൊടുക്കുകയാണ്. കേട്ടോണം. 4-ാം അധ്യായം നിസായി, സ്ത്രീകൾ എന്ന് പറഞ്ഞ അധ്യായമാണ്. അതിന്റെ 34-ാമത്തെ വാക്യം: പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ് എന്ന് പറഞ്ഞാൽ അവരാണ് എൻ്റെ ഉടമസ്ഥൻ. അല്ലാഹു മനുഷ്യരുടെ വിഭാഗത്തിന് മറ്റുള്ള കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിലാണ് ഇത്. അതിനാൽ നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നു സ്ത്രീകൾ ജോലി ചെയ്യുമെന്നോ പണം ചെലവഴിക്കുമെന്നോ അറിയത്തില്ലായിരുന്നു. വേറെ രസം നിങ്ങൾക്ക് അറിയാമോ? ഇത് അള്ളാഹു അറിയാത്ത വലിയൊരു കാര്യം കൂടി ഇതിനകത്ത് കിടക്കണം. എന്താണെന്നറിയാമോ? ഈ മുഹമ്മദിന്റെ ഭാര്യ ഖദീജ ഭയങ്കര ധനികയായിരുന്നു. ആ ധനികയുടെ കീഴിൽ ജീവിച്ചതാണ് മുഹമ്മദ്. അതുപോലും അള്ളാഹു മറന്നുപോയി. കാരണം പുരുഷന്മാർ അവളുടെ ധനം ചെലവാക്കുന്നതിനുമാണ് ഇതെന്ന് അള്ളാഹു പറയുമ്പോൾ സ്ത്രീകൾ അവളുടെ ധനം ചെലവഴിച്ച് മുഹമ്മദിനെ നോക്കിയൊരു കാലം ഉണ്ടായിരുന്നു. അത് അള്ളാഹു മറന്നുപോയി. അപ്പൊ അള്ളാഹുവിന് കാര്യം കൊണ്ട് വിവരമില്ല പല കാര്യത്തെ കുറിച്ചും. എന്തെങ്കിലും ആവട്ടെ. എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. സർവശക്തനായ അള്ളാഹുവിന്റെ സ്ത്രീ പരിരക്ഷയുടെ വാചകങ്ങളാണ്, സൂക്തങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക. അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെ ഗുണദോഷിക്കുന്നല്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുമെങ്കിൽ അവരെ നിങ്ങൾ അപ്പോഴേ ഗുണദോഷം തുടങ്ങണം. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. ഒരു സ്ത്രീയുടെ ഭാവങ്ങളിലൂടെ ഇവർ മനസ്സിലാവും അനുസരണക്കേട് കാണിക്കാൻ പോകുന്നു എന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പൊ അവർ ഗുണദോഷം തുടങ്ങും. അടുത്ത വാക്യം: കിടപ്പറകളിൽ അവരുമായി അകന്നിരിക്കുക. സംശയം തോന്നിയാൽ എന്ത് ചെയ്യണം? ഇവൾ എന്നെ നാളെ അനുസരിക്കത്തില്ലെന്ന് തോന്നുന്നു. അള്ളാഹുവിന്റെ സൂക്തങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ഇന്ന് എന്റെ കൂടെ കിടക്കണം, മാറിക്കൊന്നും പറഞ്ഞാൽ കിടക്ക് പറയുന്നത് മാറ്റി നിർത്തുക. ഇനിയും കരുണാമയനായ അള്ളാഹുവിന്റെ അടുത്ത വാചകം അടിക്കുകയും ചെയ്യുക. ആരെയാണെന്നറിയാമോ? അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെ അല്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ അടിക്കുകയൂടെ ചെയ്യും. ഇനി ഈ വാക്യം ഭാര്യമാരെ അടിക്കാനുള്ള ഖുറാനിലെ ആയത്ത് വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ദാവാപ്രഭാഷകര് തൂവൽ സ്പർശമാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. തൂവല് കൊണ്ട് മുട്ടി താഴെ ഇങ്ങനെ തടവുക, ഈ ചെറിയ ഈർക്കിലെടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അല്ലാതെ അടിക്കാനൊന്നും അല്ലെന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങള് പണ്ഡിത ശിരോമണികൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനറിയാം, സംശയിച്ചാൽ നല്ല അടി കൊടുത്തേക്കാനാണ് നമ്മുടെ കരുണാമയനായും സ്ത്രീ പരിരക്ഷ നൽകുന്നവനുമായ അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ, ഷംസീർ സാറെ, പരിശുദ്ധ ഖുറാനിലൂടെ നൽകുന്ന പരിരക്ഷ എന്നുള്ള കാര്യം കൂടെ താങ്കളൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇനിയും
അടി കൊടുത്ത കഥകള് ഈ ഷംസീർ സാർ വായിച്ചിട്ടല്ല എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ വേണേ അതുകൂടെ ഒന്ന് വായിക്കാം. ആ വാക്യം ഇവിടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഖാരിജയുടെ പുത്രി എന്ന് പറഞ്ഞ ഉമറിന്റെ ഭാര്യ എന്നോട് ചെലവിന് ചോദിക്കുന്നതായും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്ന് അവളുടെ പിടലിക്ക് വീക്ക് വെച്ച് കൊടുക്കുന്നതായും താങ്കൾ കാണുകയാണെങ്കിൽ. അത് കേട്ട പ്രവാചകൻ ചിരിച്ചു. തുടർന്ന് പറഞ്ഞു, ഇവർ താങ്കൾ കാണുന്ന പോലെ എനിക്ക് ചുറ്റും ചെലവിന് ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉടനെ അബൂബക്കർ എഴുന്നേറ്റ് ആയിഷയുടെ അടുത്ത് ചെന്ന് അവിടെ പിടലിക്ക് ഒരു അടി വെച്ചു കൊടുത്തു. സംരക്ഷണമാണ് കേട്ടോ. ഉമറിന്റെ മോളാണിത്. മറ്റേത് അബൂബക്കറിന്റെ മോളാണ് ആയിഷ. ഉമറും ഹഫ്സയുടെ അടുത്ത് ചെന്ന് ഒന്ന് കൊടുത്തു. ഇരുവരും ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, പ്രവാചകന്റെ അടുക്കൽ ഇല്ലാത്ത നിങ്ങൾ ആവശ്യപ്പെടുകയോ? ഇത് എവിടെ കിടക്കുന്ന കൂടെ പറയണമല്ലോ അല്ലെ? ഇല്ല, ഞങ്ങൾ കള്ളം പറയും. സഹീഹ് മുസ്ലിം ഹദീസ് 855 ഇസ്ലാമിക പബ്ലിക്കേഷൻ ഹൗസ് കോഴിക്കോട് അവരിറക്കിയതാണ്. അതിനകത്ത് പറയാണ്, മുഹമ്മദിന്റെ മുമ്പിൽ വെച്ച് അബൂബക്കറും ഉമറും രണ്ടും മുഹമ്മദിന്റെ ഭാര്യമാരാണ്. ഓരോ അടി പേടലിക്ക് അങ്ങ് വെച്ച് കൊടുത്തത്. പരിരക്ഷ. ഖുറാനിലെ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് പ്രവാചകന്റെ ഭാര്യമാരെ അപ്പന്മാര് തല്ലി. അത് പ്രവാചകരോട് ചെലവിന് ചോദിച്ചതിന്റെ പേരിലാണ്. വളരെ പ്രവാചകന്റെ മുമ്പ് വെച്ച് പേടലിക്ക് ഓരോന്ന് കൊടുത്തത്. പരിരക്ഷയാണ് ഷംസീർ സാറെ. സ്ത്രീകളെ പരിരക്ഷിക്കണം. പ്രവാചകൻ ആരാ മോനെന്നറിയോ? അങ്ങനെ പരിരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇനിയും ഇതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പരീക്ഷ കൂടി വരും. നമ്മള് കുറച്ച് സമയം കൊണ്ട് ഇത് പറയണം എന്ന് വിചാരിച്ചാൽ വിടുകയാണ്. ഇനിയും മുസ്ലിങ്ങൾ മുഹമ്മദിയർ നൽകുന്ന പരീക്ഷ നോക്കണം. അത് നമുക്ക് മുഹമ്മദിൽ നിന്ന് തന്നെ പരീക്ഷ ആരംഭിക്കാം. കാരണം പ്രായപൂർത്തിയാകാത്ത കൊച്ചുങ്ങളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പരിരക്ഷയാണ് പരിരക്ഷ. അത് അതിന്റെ ഉദാഹരണം ആയിഷയാണ്. ആയിഷ പറയുന്നു, എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് തിരുമേനി എന്നെ വിവാഹം കഴിക്കുക. തിരുമേനി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് അല്ലെ? ഷംസീർ സാറ്, നിങ്ങളുടെ മാതൃകാ പുരുഷൻ. 53 വയസ്സുള്ളപ്പോൾ ആയിഷ എന്ന് പറയുന്ന കൊച്ചിനെ കെട്ടിയ ചരിത്രം ആയിഷയുടെ നിവേദനമാണ്. അവൾ പറയാണ്, 6 വയസ്സുള്ളപ്പോഴാണ് തിരുമേനി എന്നെ കെട്ടിയത്. പിന്നീട് ഞങ്ങൾ മദീനയിലേക്ക് വന്നു. ബാനുൽ ഹാരിസിന് സിറജ് ഗോത്രത്തിൽ താമസിച്ചു. ഓക്കെ, അതിന്റെ ബാക്കിയൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ചിരി വരും. എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. എന്റെ തലമുടി ചെവി വരെ മാത്രം അവശേഷിച്ചു. അങ്ങനെ ഒരിക്കൽ എന്റെ മാതാവ് ഉമറുമാൻ എന്റെ അടുക്കൽ വന്നു. ഞാൻ തോഴികളും ഒത്ത് ഊഞ്ഞാലാടുകയായിരുന്നു. മാതാവ് എന്നെ ഉച്ചത്തിൽ വിളിച്ചു. ഞാൻ അവരുടെ അടുക്കൽ ചെന്നു. അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അവരുടെ കൈക്ക് പിടിച്ച് ഒരു വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി നിർത്തി. പരിഭ്രമം മൂലം, കാര്യം ഈ കൊച്ചിന്റെ കാര്യമായിരുന്നു. കൊച്ചു പറയാണ്, പരിഭ്രമം മൂലം എന്റെ ഉള്ളു വിങ്ങാൻ തുടങ്ങി. പിന്നെ അത് അടങ്ങി. അവർ അല്പം വെള്ളം എടുത്ത് എന്റെ മുഖത്തും തലയിലും തുടച്ചു. പിന്നുള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴതാ കുറെ അൻസാരി സ്ത്രീകൾ ആ വീട്ടിൽ സമ്മേളിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, നിനക്ക് ക്ഷേമവും സൗഭാഗ്യം നേർന്നുകൊള്ളുന്നു. ശുഭലക്ഷണങ്ങളോട് കൂടിയാണ് നീ വന്നിരിക്കുന്നത്. മാതാവ് എന്നെ അവർ കേൾപ്പിച്ചു കൊടുത്തു. അവരെന്നെ ഒരുക്കി ചമയിച്ചു. പൂർവാനത്തിൽ തിരുമേനി പ്രവാചകൻ അതാ വരുന്നു. എനിക്ക് അല്പം ഭയം തോന്നി. ആ സ്ത്രീകൾ എന്നെ തിരുമേനി കേൾപ്പിച്ചു കൊടുത്തു. അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു പ്രായം. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഈ കൊച്ചിനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചത് അന്ന് മുഹമ്മദിന് 56 വയസ്സും ഈ ആയിഷ കൊച്ചിന് 9 വയസ്സുമായിരുന്നു. അത് സഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 1547 CN അഹമ്മദ് മൗലവി അൽഹുദ ബുക്ക് സ്റ്റാൾ കോഴിക്കോട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇറക്കിയ ബുഖാരിയുടെ ഹദീസിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, പരിരക്ഷ കൊടുക്കാൻ 6 വയസ്സുള്ള കൊച്ചിനെ 53 വയസ്സുള്ളപ്പോൾ തിരുമേനി കെട്ടി. 9 വയസ്സുള്ളപ്പോൾ ആ കൊച്ചിനെ ശരീരത്തിൽ ഉപയോഗിച്ച് പരിരക്ഷ കൊടുത്ത ആളാണ് നിങ്ങളുടെ മുഹമ്മദ്. സ്ത്രീകൾക്ക് നൽകുന്ന പരിരക്ഷ എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല ഇസ്ലാം എന്ന് പറയുന്നത്.
അപ്പൊ അത് വലിയൊരു കാര്യമാണ്. ഇനിയും സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം കൂടെ നിങ്ങളൊന്ന് ഓർക്കണം. സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഭയങ്കര സ്ഥാനമാണ് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 258, ഇസ്ലാമിക് പബ്ലിക്കേഷൻ കോഴിക്കോട് നിറങ്ങിയ ഇസ്ലാം പബ്ലിക്കേഷൻ ഇറങ്ങിയ സഹീഹ് മുസ്ലിമിന്റെ 258 ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അബദുറിൽ നിന്ന് റസൂൽ പറഞ്ഞു, കേട്ടോണം നിങ്ങളെ, പരീക്ഷ കൊടുക്കുകയാണ്. ഭയങ്കര ഇസ്ലാമിക മതം കൊടുക്കുന്ന പരീക്ഷ നമ്മുടെ ഷംസീർ സഖാവ് പറഞ്ഞു കൊടുക്കുന്ന, കേരളത്തിലെ ജനത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇസ്ലാം കൊടുക്കുന്ന പരീക്ഷ. അതിന്റെ ചില കാര്യങ്ങളാണ് കേൾക്കുന്നത് കേട്ടോണം. നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ അവന് മുമ്പിൽ ഒട്ടകക്കട്ടിലിന്റെ പിൻഭാഗത്തെ മരപ്പലക പോലുള്ളത് ഉണ്ടെങ്കിൽ അത് അവന് മറയായി സ്വീകരിക്കാം. ഇനി വാഹന കൂടാരത്തിന്റെ പിൻഭാഗം പോലുള്ളതെങ്കിലും മുമ്പിൽ ഇല്ലെങ്കിൽ മുമ്പിൽ ഇല്ലെങ്കിൽ കഴുതയും സ്ത്രീയും കറുത്ത നായും അവന്റെ നമസ്കാരത്തിന് ഭംഗമുണ്ടാക്കാൻ ഇടയുണ്ട്. എന്തേലും ഒരു മറ പോലില്ലെങ്കിൽ നമ്മുടെ പറഞ്ഞു കൊടുക്കുകയാണ്, മുഹമ്മദ് പറഞ്ഞു കൊടുക്കുകയാണ്, കഴുത, സ്ത്രീയെ, കറുത്ത നായ അവന്റെ നമസ്കാരത്തിന് ഭംഗമുണ്ടാക്കാൻ ഇടയുണ്ട്. ഞാൻ ചോദിച്ചു, അല്ലയോ അബൂബദർ, കറുത്ത നായ്ക്ക് മഞ്ഞയും ചുവപ്പും നായിൽ നിന്ന് എന്ത് അന്തരമാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, സഹോദരപുത്ര, നീ എന്നോട് ചോദിച്ച പോലെ ഞാൻ റസൂലിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കറുത്ത നായ പിശാചാണ്. ഐഷ പറഞ്ഞ മറ്റൊരു വാചകം കൂടെ, ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്ത്, നിങ്ങൾ ഞങ്ങളെ നായ്ക്കളോടും കഴുതയോടും തുല്യപ്പെടുത്തുകയാണോ? അത് സഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 303, CN അഹമ്മദ് മൗലവിയുടെയാണ്, അൽഹുദ ബുക്ക് സ്റ്റാൾ കോഴിക്കോട്. അപ്പൊ ഐഷ ചോദിക്കുന്നുണ്ട്, സ്ത്രീകളായ ഞങ്ങളെ കഴുതയ്ക്കും നായ്ക്കും തുല്യപ്പെടുത്തുകയാണോ? നമ്മുടെ മുഹമ്മദ് പറഞ്ഞു, കഴുതയും സ്ത്രീയും കറുത്ത നായും നിങ്ങളുടെ കാഴ്ചപ്പെട്ടാൽ നിങ്ങളുടെ നിസ്കാരം മുടങ്ങിപ്പോകും. അപ്പം ഭയങ്കര പരീക്ഷയാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നായ്ക്കും കഴുതയ്ക്കും തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ കൊടുക്കുന്ന മഹത്തായ മതമാണ് ഇസ്ലാം. ഷംസീർ സാർ പഠിപ്പിക്കുന്ന ആ പരിശുദ്ധ ഖുറാനിന്റെ വക്താക്കളാണ് ഇതൊക്കെ പറഞ്ഞോർക്കണം. തീർന്നില്ല കേട്ടോ സാറേ. സ്ത്രീകളെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, അബൂ മൂസയിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എല്ലാ കണ്ണുകളും വ്യഭിചരിക്കുന്നതാണ്. അത് മുഹമ്മദിന്റെ ഒരു ശീലമായിരുന്നു. കാരണം ഒരിക്കൽ മുഹമ്മദ് റോഡിലൂടെ പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. സ്ത്രീയെ കണ്ടുടനെ പുള്ളി മോഹിച്ചു കഴിഞ്ഞ ഉടനെ ഇയാൾ ഓടി വീട്ടിൽ ചെന്ന് തോൽപാത്രം കഴുകിക്കൊണ്ടിരുന്ന സൈനബ എന്ന് പറയുന്ന ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി അകത്ത് പോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് പുള്ളിയുടെ ആ വ്യഭിചാര ചിന്ത കളഞ്ഞിട്ട് പുറത്തു വന്ന് സഹാക്കളോട് പറഞ്ഞു, സ്ത്രീകൾ പിശാചിന്റെ രൂപത്തിൽ വരുമെന്ന്. അപ്പൊ അത്രയ്ക്ക് നിയന്ത്രണമുള്ളൊരു മനുഷ്യനായിരുന്നു. റോഡിലൂടെ പോകുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് നിയന്ത്രണം കൂടിയിട്ട് പുള്ളി ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി കാര്യം സാധിച്ച ഒരാളാണ് മുഹമ്മദ്. അപ്പം പുള്ളിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ളതാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞു, നോക്കണം, ഒരു സ്ത്രീ സുഗന്ധം പൂശി സദസ്സിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവളും അങ്ങനെ ആയിരിക്കും, അഥവാ വ്യഭിചാരിണി. ഇത് സുനൻ തിർമിദിയിലെ ഹദീസാണ്. 2825 ഇസ്ലാമിക് പബ്ലിക്കേഷൻ ഹൗസ് കോഴിക്കോട് അവരിറക്കിയാണ്. തിർമിദിക്കകത്താണ് 2825 ഹദീസിനകത്ത് പറഞ്ഞു. എന്താണ്? പ്രവാചകന്റെ വാക്കുകൾ തന്നെയാണ്. നിങ്ങളുടെ പരിരക്ഷ കൊടുക്കുന്ന പ്രവാചകൻ പറഞ്ഞു, എന്താണ്? സുഗന്ധം പൂശി സ്പ്രേ ഒക്കെ അടിച്ച് മണക്കുന്നതൊക്കെ അടിച്ചുകൊണ്ട് സദസ്സിന് മുമ്പിലൂടെ പോകുന്ന സ്ത്രീ വ്യഭിചാരിണിയാണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷംസീർ സാറേ വല്ലാത്ത പ്രശ്നമാവും. നിങ്ങളുടെ പ്രവാചകന്റെ വാക്കുകൾ അനുസരിച്ച് കേരളത്തിൽ എത്ര പെണ്ണുങ്ങള്, മുസ്ലിങ്ങൾ, ബാക്കിയുള്ള കാര്യം വിട്, വ്യഭിചാരിണികൾ അല്ലാത്തവരുണ്ടെന്നുള്ളത് കാര്യം കൂടെ ഒന്ന് പരിരക്ഷയുടെ ഭാഗമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയും സ്ത്രീകളെ റോഡ് നമ്മൾ ഈ ശൗരം കാണുമെന്ന് പറയത്തില്ല, ദുശഹനം, ചിലര് ദുശഹനം എന്ന് പറയത്തില്ല. ഇനിയും നിങ്ങളുടെ പ്രവാചകൻ തന്നെ പഠിപ്പിച്ച, സ്ത്രീ പരീക്ഷയുടെ ഭാഗമായി പഠിപ്പിച്ച ഒരു
മഹത്തായ സ്ത്രീകളെ കുറിച്ചുള്ള മഹത്തായ ഒരു പ്രസ്താവന ഇവിടെ പറയാം. ഇബ്നു ഉമർ പറയുന്നു, കുതിര, സ്ത്രീ, വീട് ഇവ മൂന്നിലുമാണ് ദുശകുനം തിരുമേനി അത് ചെയ്തിട്ടുണ്ട്. കേട്ടോ നിങ്ങളെ, കുതിര, സ്ത്രീ, വീട് ഇത് മൂന്നും കണ്ടാൽ അത് ദുശകുനമാണെന്ന് നമ്മുടെ തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയുന്നത് സഹീഹ് ബുഖാരി ഹദീസ് 1202. അത് കേരളത്തിൽ തന്നെ അൽഹുദ ബുക്ക് സ്റ്റാൾ ഇറക്കിയ CN അഹമ്മദ് മൗലവിയുടെ പുസ്തകത്തിൽ നിന്നാണ്. കോഴിക്കോട് ബുഖാരിയുടെ ആണ്. ഭയങ്കര സുരക്ഷയാണ് കേട്ടോ, ഓർക്കണം, മറക്കരുത്. മാത്രമല്ല അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഹമ്മദ് സ, 3 കാര്യങ്ങളിലാണ് ദുശകുനമുള്ളത്. സ്ത്രീ, വീട്, വാഹനം തുടങ്ങിയവയാണവ. സ്ത്രീയെ, വീട്, വാഹനം, അതാണ് കുതിര. അന്നത്തെ കുതിര എന്ന് പുള്ളി പറഞ്ഞു. കുതിരയോ കഴുതയോ ഒക്കെ ആയിരിക്കാം. എന്തായാലും റോഡിലൂടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ വാക്കനുസരിച്ച് ദുശകുനമാണ്. സ്ത്രീ പരിരക്ഷ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ നൽകുന്ന മതം അത് ഇസ്ലാമാണ്. നാണമുണ്ടോ സഹാവേ ഈ നുണകൾ പൊതുവേദിയിൽ ഇരുന്നു കൊണ്ട് അക്ഷരജ്ഞാനമുള്ള കേരളത്തിലെ ജനത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിളമ്പാൻ? നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്പീക്കർ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത? നിങ്ങളൊരു മത തീവ്രവാദിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള മത തീവ്രവാദം ഈ പ്രസ്താവനകൾ ഇറക്കാൻ അല്ലേ നിങ്ങളുടെ അജ്ഞതയാണ്. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, നിങ്ങൾ ഇസ്ലാമിന്റെ മതഗ്രന്ഥങ്ങളെ വായിച്ചിട്ടില്ല. ഇസ്ലാമിനകത്ത് സ്ത്രീക്ക് കൊടുക്കുന്ന നിലയും നിലവാരവും എന്തുവാണെന്ന് അറിയാത്തത് കൊണ്ടാണ്, അജ്ഞനായതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രസ്താവന പൊതുവേദി ഇരുന്നോട് പറയുന്നത്. പരിരക്ഷ കൊടുക്കുന്ന മതം, ശകുനം കാണാൻ പോലും സ്ത്രീയെ കൊള്ളത്തില്ലെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ശിഷ്യനായ താങ്കൾക്ക് നാണമുണ്ടോ ഈ സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ? നിങ്ങളൊരു മത തീവ്രവാദിയാണ്. ഇല്ലാത്തൊരു മതത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഇനിയും മുഹമ്മദ് കേരളത്തിലെ സ്ത്രീകളോട് പറയാം, നിങ്ങൾക്ക് നൽകുന്ന പരിരക്ഷയാണ് ഞാൻ ഈ പല ഖുറാനിക ഹദീസുകളിലൂടെ വായിച്ചു കേൾപ്പിച്ചത്. ഇനിയും നിങ്ങൾക്ക് ഇനി നിങ്ങൾ മരണശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ മുഹമ്മദ് പഠിപ്പിച്ച എന്താന്ന്? ഈ പർദ്ദയ്ക്കകത്ത് കിടന്നുകൊണ്ട് മത തീവ്രവാദത്തിന് വേണ്ടി തെരുവിൽ കിടന്നുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാൻ ചെല്ലുന്ന സ്ഥാപനങ്ങളിലും പർദ്ദയ്ക്ക് വേണ്ടി കിടന്ന് അടിയുണ്ടാക്കുന്ന കേരളത്തിലെ സ്ത്രീകളോട് പറയട്ടെ, മുസ്ലിം സ്ത്രീകളോട് പറയട്ടെ, നിങ്ങളുടെ പ്രവാചകന്റെ വാക്കുകളനുസരിച്ച് നിങ്ങളൊക്കെ നരകത്തിലാണ്. ഈ തല്ലും കൊണ്ട് പർദ്ദയ്ക്കകത്ത് കഴിഞ്ഞ് ചീത്തവിളിയും കേട്ട് അടിമകളായി ജീവിച്ച് പുരുഷന്മാർക്ക് തോന്നുമ്പോൾ വിവാഹമോചനം നടത്തി പുതിയ വിവാഹം നടത്താൻ വേണ്ടി അള്ളാഹു അനുവാദം കൊടുത്ത പുരുഷന്മാർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്ത്രീകളെ നിരത്തിയിരിക്കുന്ന കട്ടിലിൽ വെച്ച് അള്ളാഹു ഇണ ചേർത്ത് കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മതം മുസ്ലിം സ്ത്രീകൾക്ക് കൊടുക്കുന്ന എന്താണെന്നറിയാമോ? ഭാവി വായിച്ചു കേൾപ്പിക്കാം. ഉസാമറ പറയുന്നു, തിരുമേനി അർളി, ഞാൻ സ്വർഗ കവാടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പ്രവേശിച്ചവർ ഭൂരിപക്ഷവും അഗതികളായിരുന്നു. സമ്പന്നരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അനുവദിക്കാതെ അള്ളാഹു തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നരകവാസികളെ നരകത്തിലേക്ക് അയക്കുവാൻ കൽപ്പനയായി. കേട്ടോണം, ഞാൻ നരക കവാടത്തിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ അതിൽ പ്രവേശിക്കുന്നവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഈ കിടന്ന ഇസ്ലാം മതത്തിന് വേണ്ടി സിദ്ധാവ വിളിച്ചും പർദ്ദയ്ക്ക് വേണ്ടി സ്കൂളുകളിലും പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുദ്ധമൊക്കെ ചെയ്തിട്ട് നരകത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രവാചകൻ പറയാണ്, നരകത്തിലെ ഭൂരിപക്ഷം എണ്ണവും സ്ത്രീകളായിരുന്നുവെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഹദീസ് പറയാം. സഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 1812, CN അഹമ്മദ് മൗലവി, അൽഹുദ ബുക്ക് സ്റ്റാൾ, കോഴിക്കോട്. അപ്പം നരകത്തിൽ ഇവിടുത്തെ ദുരിതമൊക്കെ കഴിഞ്ഞ് ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ജീവിച്ചിട്ട് നിങ്ങൾ നരകത്തിൽ ചെല്ലുമ്പോൾ അവിടെയും നിങ്ങൾക്ക് നരകം തന്നെയാണ്. അടുത്തത് അബ്ദുല്ലാഹിബ്നു ഉമർ നബിയിൽ നിന്ന്, അല്ലയോ സ്ത്രീ സമൂഹമേ, നിങ്ങൾ ദാനം ചെയ്യുകയും പാപമോചനാർത്ഥന വർദ്ധിപ്പിക്കുകയും ചെയ്യുവൻ. നരകവാസികളിൽ നിങ്ങളെയാണ് ഞാൻ ഭൂരിപക്ഷമായി കണ്ടത്. നിങ്ങളാണ് നരകത്തിൽ പോകുന്നത്. ഇവർക്ക് മക്കളെയും പ്രസവിച്ച് ഈ പുരുഷന്മാർക്ക് അടിമകളായി ജീവിക്കുകയും ചെയ്തിട്ട് ഈ കൊള്ളയും കൊള്ളിവെപ്പും കൊള്ളരായ്മ എല്ലാം കാണിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുന്ന പുരുഷന്മാർക്ക് അള്ളാഹു മദ്യ നദികളും
വാഴപ്പഴവും മീൻ്റെ കരളും അതുപോലെ മീൻ്റെ മാംസവും ഒക്കെ കൊടുത്ത്, സ്ത്രീകളെയും കൊടുത്ത്, മദ്യപ്പുഴയും കൊടുത്ത്, അതിനിടയ്ക്ക് മദ്യം തീർന്നു പോയാലും ലഹരി തീർന്നു പോയാലും വീണ്ടും കുടിപ്പിക്കാൻ വേണ്ടി ചെറുപ്പക്കാരുടെ കയ്യിൽ മദ്യക്കോപ്പുകളും കൊടുത്ത് അള്ളാഹു ഇങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ നരകത്തിൽ കിടന്ന് പൊരിയായിരിക്കും സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടെ ചിന്തിക്കുക. അത് പറയുന്നത് ഇപ്പൊ ഞാൻ വായിച്ചത് പറയുന്നത് ഹദീസ് നമ്പർ മുസ്ലിമാണ്, സഹി മുസ്ലിം, ഹദീസ് നമ്പർ 524, ഇസ്ലാമിക് പബ്ലിക്കേഷൻ ഹൗസ് കോഴിക്കോട്. ഇതെല്ലാം കേരളത്തിൽ അടിച്ചടിച്ച് വിതരണം ചെയ്ത ഹദീസുകളിൽ നിന്നാണ് വായിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അന്ന് പോയി വായിച്ചാൽ മതി. ഇനി കുറെ കിടപ്പുണ്ട്. ഞാൻ ആ ഭാഗങ്ങളെല്ലാം വായിക്കുന്നില്ല, കാരണം ഒരു 5-6 ഹദീസുകളിനകത്ത് ഇതേ വാക്യം കിടപ്പുണ്ട്. സ്വർഗത്തിലേക്ക് ഞാൻ തലമുക്കി നോക്കിയപ്പോൾ അതിലെ നിവാസികൾ അധികം പേരും ഈ ലോകത്തെ ദരിദ്രരായിരുന്നു. നരകത്തിലേക്ക് നോക്കിയപ്പോൾ അതിലെ നിവാസികൾ അധികം പേരും സ്ത്രീകളായിരുന്നു. അത് പറയുന്നത് സഹീ ബുഖാരി ഹദീസ് നമ്പർ 1333, CN അഹമ്മദ് മൗലവി, അൽഹുദ മുക്സാർ കോഴിക്കോട്. അപ്പം അതും അവിടെ ചെന്നാലും നരകം തന്നെയാണ്. അതുപോലെ തന്നെ ഉസാമദ് സൈദിൽ നിന്ന് നബി പറഞ്ഞു, സ്വർഗവാടത്തിൽ ഞാൻ നോക്കി അപ്പോഴത് അതിൽ പ്രവേശിക്കുന്നതിൽ അധികവും പാവപ്പെട്ടവർ, അവിടെ സമ്പന്നരത തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു, നരകവാസികൾ ഒഴികെ അവർ നരകത്തിലേക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവർക്ക് ഞാൻ നരകവാടത്തിൽ നോക്കി അവിടെ പ്രവേശിച്ചതിലധികവും സ്ത്രീകളാണ്. സഹീ മുസ്ലിം ഹദീസ് നമ്പർ 2077, ഇസ്ലാമിക് പബ്ലിക്കേഷൻ കോഴിക്കോട്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകളെ തല്ലാന്, കൃഷിയിടമായി കാണാന്, നരകത്തിലധികവും സ്ത്രീകളെ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അള്ളാഹു, അതിന്റെ കൂട്ടത്തിൽ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ കഴുതയ്ക്കും നായ്ക്കും തുല്യമായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു പ്രവാചകൻ, അതുപോലെ തന്നെ അവരെ ശകുനം പോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവമതിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയ ഒരു പ്രവാചകൻ. അപ്പോൾ നമ്മുടെ സാഹിബിനോട് നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം, ഇതാണോ? മറ്റു മതഗ്രന്ഥങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾക്ക് കാര്യമായ പരിരക്ഷ കൊടുക്കുന്നു എന്ന് സഹാബ് പഠിപ്പിച്ചത് പരസ്യവേദിയിൽ പറഞ്ഞുണ്ട്. അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൂടെ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഷംസീറും പിന്നെ ഒരു ചർച്ചയ്ക്കും കയറാത്ത രീതിയിൽ അവർ നിങ്ങളെ പഞ്ഞിക്കിടുമായിരുന്നു, വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുമായിരുന്നു. അതാ നിങ്ങൾക്ക് അപ്പൊ അറിയാതെ ഇരുന്നു പോയി എന്നുള്ള നിങ്ങളുടെ ഭാഗ്യമായിട്ട് കണക്കിട്ടാൽ മതി. ഇതിന്റെ 3-ാം ഭാഗം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് നൽകുന്ന പരിരക്ഷയുടെ അല്പകാരോട് പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോക്കകത്ത് പറയാം. ഷംസീറിന്റെ ഈ മഹത്തായ വീഡിയോയുടെ മറുപടിയായി ഞാൻ 3-ാം ഭാഗം ഇറക്കുമ്പോൾ അന്നേരം അതിനെക്കുറിച്ച് പറയാം. താങ്ക് യു സഹോദരങ്ങളെ. ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നതല്ല, സ്ത്രീകളെ അടിമകളായി കാണുന്നൊരു മതമാണ്. ഒരു രാജ്യത്ത് ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റിയല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല, വസ്ത്രം ധരിക്കാൻ പറ്റിയല്ല, നല്ല വിദ്യാഭ്യാസം സ്വീകരിക്കാൻ പറ്റിയല്ല. പല ഈ ICS പോലുള്ള ഭീകരവാദികളും അതുപോലുള്ള ഇസ്ലാമിക പല ഭീകരവാദികളും ഈ യസീദി പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നിരനിരയായി നിർത്തി അവരെ ശരീരത്തിൽ ഉപയോഗിച്ചതിന് ശേഷം $100, $200 മാർക്കറ്റിൽ വിൽക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർക്ക് സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കൾ മാത്രമാണ്, ഉപഭോഗ വസ്തുക്കൾ മാത്രം. ഇത് കേരള സ്റ്റോറി കാണാത്തവരൊന്ന് കാണണം. മുസ്ലിങ്ങൾ ഇതര മതത്തിലെ പിള്ളേരെ പ്രേമിച്ച് കളിപ്പിച്ച് ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയി അവരെ അവസാനം അഫ്ഗാനിസ്ഥാനിലും അതുപോലെ മറ്റ് സിറിയ പോലുള്ള രാജ്യങ്ങളിൽ എത്തിച്ച് അവരെ നശിപ്പിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കി തീർക്കുന്നതിന്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ് ദ കേരള സ്റ്റോറി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആൾക്കാർക്ക് ഇത്രയും കലിപ്പ് ആ സിനിമയോടുണ്ടായത്. അതാണ് അതിന്റെ സത്യം. ഈ തരത്തിൽ സ്ത്രീകൾ, ഇസ്ലാമിലെ സ്ത്രീകൾ, അതിനെ പറയുന്നത് ചെലന്തികൾ വലയിട്ട് പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി മുസ്ലിം ചെറുക്കന്മാർക്ക് കാഴ്ചവെച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ആ പരിപാടി. സ്ത്രീകൾക്ക് ഒരു പരിരക്ഷ ഇസ്ലാം നൽകുന്നില്ല. അവരോട് മൃഗമത്തോട് തുല്യമായിട്ട് ഇടപെടുന്നു മാത്രമേ.
ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്രയാണ്? നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് എത്രയോ പൊടിക്കൊച്ചുങ്ങളെ 6, 7, 8, 10, 12 വയസ്സുള്ള കൊച്ചുങ്ങൾ അറേബ്യയിലെ കാട്ടറബികൾക്ക് 80, 90 വയസ്സുള്ള പടുകളവന്മാരുടെ മുമ്പിൽ ശരീരം പങ്കിടാൻ വേണ്ടി പോകേണ്ട കഥകള് ഗതികെട്ട കഥകള് എത്ര നമുക്കറിയാം. ഇപ്പോഴല്ലേ അതിനൊക്കെ ഒരു നിയന്ത്രണം വന്നത്. അപ്പൊ എന്നിട്ടും ഈ കേരളത്തിലുള്ള വിദ്യാസമ്പന്ന മനുഷ്യരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഒരു സ്പീക്കറിന്റെ പ്രസ്താവനയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം മറ്റുള്ള സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നത്. ഇത് വാചമടിക്കാൻ കൊള്ളാം, യാഥാർത്ഥ്യത്തിൽ നേരെ എതിരുമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. നമ്മുടെ അതിന്റെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. പ്രസംഗിച്ചു 2035 ആവുമ്പോഴത്തേന് മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും നിരീശ്വരവാദികളായി മാറുന്നു. സത്യമാണ്, അദ്ദേഹം പ്രവചിച്ചതാണ്. ഇപ്പൊ തന്നെ 10,000-കണക്കിന് ചെറുപ്പക്കാർ ഇസ്ലാം വിടുന്നുവെന്ന് നമ്മുടെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല, തട്ടിക്കളയണമെന്ന് പ്രശ്നം അലി ഉസ്താദ് നിരാശയോടെ അഗ്മം അക്ബറിന്റെ സാന്നിധ്യത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടു. 10,000-കണക്കിന് ഇനി അടുത്ത നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വിട്ടുപോയെന്ന്. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളും അവരനുഭവിക്കുന്ന ദുരന്തത്തിന്റെയും അടിമത്വത്തിന്റെയും ചങ്ങല പൊട്ടിച്ച് പുറത്തു കളഞ്ഞിട്ട് അള്ളാഹുവിനെയും മുഹമ്മദിനെയും പുറംകാലം കൊണ്ട് അടിച്ചു കളഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന് നിരീശ്വരവാദം സ്വീകരിച്ചിട്ട് ജീവിക്കുന്ന ഒരു കാലം വരുന്നു. അതാണ് കാസിമി പ്രസംഗിച്ചതിന്റെ ബാക്കി പത്രം. കാണാനിരിക്കുന്നേ ഉള്ളൂ. 3-ാം ഭാഗം ഉടനെ തന്നെ. താങ്ക് യു വെരി മച്ച്.